ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ പ്രഥമദൃഷ്ട്യാ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന വിജിലൻസ് ഹൈക്കോടതിയിൽ. വിജിലൻസ് നടത്തിയ ത്വരിതാന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച ഹൈക്കോടതി കേസ് തീർപ്പാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വൈകുന്നതിനാൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സാവകാശം നൽകി. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ കേസെടുക്കാൻ തെളിവുകളില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. കൊടിമര നിർമ്മാണത്തിനായി സംഭാവന ലഭിച്ചത് 412 ഗ്രാം സ്വർണമാണ് ദേവസ്വം മഹസിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ 300 ഗ്രാം സ്വർണം മാത്രമാണ് സംഭാവന ലഭിച്ചതെന്നും ലഭിച്ച മുഴുവൻ സ്വർണവും വാജിവാഹന അഷ്ടദിക്പാലകരുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. മോഹൻലാൽ, രഞ്ജി പണിക്കർ, പ്രിയദർശൻ, ഷാജി കൈലാസ്, സുരേഷ് ഗോപി അടക്കം 27 പേരാണ് സംഭാവന നൽകിയത്. 2017 കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിലും അംഗങ്ങളായ ബോർഡിന്റെ കാലത്തായിരുന്നു കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്. ഇങ്ങനെയായിരിക്കും ഹൈക്കോടതി പറയാൻ പോകുന്നതും ഇതായിരിക്കും വിജിലൻസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നും ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഞാൻ ഹൈക്കോടതി ഓർഡർ സ്വാഗതം ചെയ്തതാണ്. കാരണം ഈ ക്വിക്ക് വെരിഫിക്കേഷൻ വെച്ചത് നന്നായി. കാരണം നമ്മുടെ പോലുള്ള പുകമറ മാറിക്കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അക്കാര്യം പറഞ്ഞത്. സ്വർണ്ണക്കൊള്ളയുടെ ഗൗരവം കുറയ്ക്കാൻ കൊണ്ടുവന്ന ആരോപണമാണിതെന്നും ഒന്നും നടന്നിട്ടില്ലെന്ന് ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള ആരോപണത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല കട്ടത്, മറ്റവരും കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കളവും നടന്നിട്ടില്ല എന്നപ്പോ കോടതി പറഞ്ഞത്. കോടതി നിരീക്ഷണത്തിൽ നടന്ന കാര്യം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏപ്രിൽ അവസാനത്തോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും അന്തിമ റിപ്പോർട്ട് ലഭിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നും SIT കോടതിയെ അറിയിച്ചു. SITയുടെ ആവശ്യം കണക്കിലെടുത്ത ദേവസ്വം ബെഞ്ച് കേസ് മെയ് 18 മാറ്റി. 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശലിലും അന്വേഷണം പുരോഗമിക്കുന്നതായും ഇതിൽ 20 സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയെന്നും SIT കോടതിയെ ബോധിപ്പിച്ചു. മീഡിയ 1 കൊച്ചി.